വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സമയത്ത് ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ നിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവജനം വാക്കും വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ല. നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി നിരവധി തവണ നമ്മൾ ഈ സന്ദേശം കേട്ടിട്ടുള്ളതും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഈ ദൈവജനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം ഒന്നുകൂടെ ക്രമപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എൻ്റെ നമ്മൾ ചിന്തിക്കാൻ പറ്റും, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. നമ്മൾ ഈ ടൂർണമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അനവധി ആളുകളാണ് ലൈനിൽ ഓടാൻ പോകുന്നത്. എല്ലാവരും ഓടും, പക്ഷെ എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ല. ഒരുവൻ ഓടി ജയം പ്രാപിക്കും, കിരീടം പ്രാപിക്കും എന്ന് പറഞ്ഞ ഈ ലോകം തന്നെ ഒരോട്ടത്തിലാണ്. ലോകത്തിലെ മനുഷ്യരെല്ലാം ഓട്ടത്തിലാണ്. ക്രൈസ്തവ ജീവിതം തന്നെ ഒരോട്ടക്കളമാണ്. ചിലര് വിശ്വാസത്തിന് വേണ്ടി ഓടുന്നു, ചിലര് ദൈവങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഓടുന്നു, ചിലര് അധികാരങ്ങൾക്ക് വേണ്ടി ഓടുന്നു, ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടുന്നു, ചിലര് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓടുന്നു, ചില ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടുന്നു, ചിലര് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഓടുന്നു. അങ്ങനെ വിവിധ നിലകളിലാണ് മനുഷ്യന്റെ ഓട്ടം. ചിലർ രാവിലെ എഴുന്നേറ്റ് മദ്യഷാപ്പിലൂടെ ഓടും, ചിലർ ലഹരി ഉൽപ്പന്ന കേന്ദ്രങ്ങളിൽ ഓടും, ചിലർ ചൂതാട്ട കേന്ദ്രങ്ങളിലേക്ക് ഓടും, ചിലർ ചട്ടികമായ വ്യഭിചാരശാലകളിലേക്ക് ഓടും. അങ്ങനെ ഓർത്തു വയ്ക്കുന്ന ഏതെല്ലാം വിധത്തിലാണ് ജനം ഓടുന്നത്. അങ്ങനെ വിവിധ നിലകളിൽ മനുഷ്യൻ ഓടി പരാജയപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും അധിവസിക്കുന്നത്. കൊരിന്ത്യ സഭ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പല വിധത്തിൽ ഓടി പരാജയപ്പെട്ട കൊരിന്തിലെ വിശ്വാസികളോടാണ് പൗലോസ് പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ല. ക്രിസ്ത്യ ജീവിതം ഓട്ടക്കളമാണ്. അത് വിശുദ്ധിയോടെ ഓടിയെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. പ്രൈസലോ രക്തം ചെയ്യാൻ എല്ലാവരും ഓടുകയാണ്. ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഓട്ടക്കളം ഓടി ജയിച്ച് നമ്മൾ അവസാനം നിത്യതയിലെത്തണം. ലോകത്തിലല്ല ഓടുന്നത്. ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ഓട്ടം വീടാണ് നിത്യതയിലേക്കുള്ളതായിരിക്കണം. അത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനയ്ക്കനുസൃതമായി ജീവിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ, വേർപാടും വിശുദ്ധിയുള്ളവൻ, സകലത്തെയും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവൻ ഓടിയെങ്കിൽ മാത്രമേ, അങ്ങനെ ഓടുന്നവർക്കും മാത്രമേ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നവർ, ആ കഷ്ടതയിൽ പങ്കാളിയായി തീർന്നവർ, ക്രിസ്തുവിന്റെ ക്രൂശെടുത്ത് അനുദിനം അവനെ അനുഗമിക്കുന്നവർ, ഈ ലോകത്തിൽ വരുന്ന നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവൻ, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയ മോശയെ പോലെ അല്ലേറിയ വരുന്ന ഏത് പ്രതികൂലത്തെയും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടി ജയിക്കുന്നവൻ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുകയുള്ളൂ. രക്തം ചെയ്യും അല്ലേറിയ. അപ്പൊ ഇന്ന് നമുക്കുള്ള പ്രശ്നം എന്താണ്? മനുഷ്യന് പ്രാർത്ഥിക്കുക സമയമില്ല, ആരാധിക്കുക സമയമില്ല, വചനം കേൾക്കാൻ സമയമില്ല. അല്ലേറിയ. ജോലി എന്ന് പറഞ്ഞ് മനുഷ്യൻ നെട്ടോട്ടം മുടങ്ങുക, പണം എന്ന് പറഞ്ഞ് നെട്ടോട്ടം, കുടുംബം, പ്രാരാബ്ദം, മക്കൾ, ഭാര്യ, ഭർത്താവ്, ദൈവത്തിൽ നകർന്ന ചില കൂട്ടർ അങ്ങനെ ഓടുന്നേ. അല്ലേറിയ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ഓടണം. നമ്മൾ ആവശ്യങ്ങൾ അറിഞ്ഞ് ഓടിയാൽ നമ്മൾ ഓട്ടത്തിൽ പതറിപ്പോകാൻ നമുക്ക് മുന്നേറാൻ കഴിയും. അല്ലേറിയ. സ്തോത്രം. പ്രാർത്ഥന എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നു, പ്രാധാന്യം അർഹിക്കുന്നു, അത്രമാത്രം നിങ്ങളുടെ ജീവിത ഓട്ടത്തിലേക്ക് വരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ല എങ്കിൽ, വചനം വായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയല്ല എങ്കിൽ നിങ്ങൾക്ക് ഓടി ജയിക്കാൻ പറ്റത്തില്ല, പരാജയപ്പെടും. അല്ലേലൂയ. എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എന്ന് പലരും പറയാം. ചിലർ പറയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, സമയമില്ല പാസ്സായി. അതെ, പ്രാർത്ഥിക്കുവാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന നിനക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം ഉണ്ടാക്കിയത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ലഭിച്ച 24 മണിക്കൂറിനകത്ത് കർത്താവ് എല്ലാ ശുശ്രൂഷകളും ചെയ്തിരുന്നു. പ്രൈസ്. നമ്മൾ പറയുക സമയമില്ലെന്ന്, പലരും പറയുന്നത് സമയമില്ലെന്ന്. അപ്പം പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ വരും നമ്മുടെ ജീവിതത്തിൽ പാപം പ്രവേശിക്കും. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുത് എന്ന്
നമ്മൾ ശമൂവേലിന്റെ പുസ്തകം അല്ലെങ്കിൽ 1 ശമൂവേൽ 12:23 വായിച്ചത്. പ്രാർത്ഥിച്ചില്ലേ പാപം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു നോക്കുമ്പോൾ പ്രാർത്ഥനയില്ലാതെ ഹല്ലേലൂയ ഇല്ലാത്ത വീട് മേൽക്കുരയില്ലാത്ത വീട് പോരാ. പ്രാർത്ഥനയില്ലാത്ത വീട് മേൽക്കൂര ഇല്ലാത്ത വീട് പോരാ. പ്രാർത്ഥനയില്ലാത്ത വീട് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെയാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിലാണ് ദൈവസാന്നിധ്യമുള്ളത്. പ്രാർത്ഥിക്കാത്തവന്റെ ഭവനത്തിൽ ഒരു ദൈവസാന്നിധ്യമില്ല. അവിടെ സാത്താൻ ആധിപത്യം പുലർത്തുന്നത്. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹല്ലേലൂയ ആത്മാവിന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ, ശ്വാസം. അപ്പൊ നമ്മൾ ഏത് ഭാരമാണ് ചുമക്കുന്നതോ ആ ഭാരം ക്രിസ്തുവിന്റെ മേൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്ന്, പ്രാർത്ഥന ഒരു ഓട്ടമാകട്ടോ, പ്രാർത്ഥനയാകുന്ന ഓട്ടക്കളത്തിൽ ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ കർത്താവിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? പ്രാർത്ഥനയുടെ ഓടി ജയിപ്പാൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? അതാ ഞാൻ മുമ്പ് പറഞ്ഞ, പലരും പ്രാർത്ഥിക്കാൻ സമയമില്ല. അല്ലേറിയ യോഗത്തിന് പോകാൻ സമയമില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ സമയമില്ല. പിന്നെ എന്തിനാണ് സമയമുള്ളത്? ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയമുണ്ട്, ഇന്റർനെറ്റ് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുവാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. വെറുക്കൂത്തായിരിക്കുന്ന സിനിമയുടെയും റിയാലിറ്റി ഷോയുടെയും കോമഡികളുടെ മുമ്പിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കുവാനും കൈയടിക്കുവാനും സമയമുണ്ട്. ലോകത്തിന്റെ അശ്ലീലമായ ചിത്രം കാണാൻ സമയമുണ്ട്. അതിനുവേണ്ടി ഭയങ്കര ഓട്ടമാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ സമയമില്ല. അത് നിന്റെ അവസാനം എന്നൊക്കെ പറയുന്നത് നിത്യമായ നരകമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നില്ല എങ്കിൽ, നീ ഭൂമിയിൽ ക്രിസ്തീയ ജീവിത ഓട്ടത്തിനായിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ അവസാനം മരണത്തിനപ്പുറമുള്ള ജീവിതം എന്ന് പറയുന്നത് നിത്യമായ നരകമായിരിക്കും. ഈ ലോകത്തിന്റെ ചിന്തകൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് ഓടി നിങ്ങൾ ലോകത്തിൽ ലയിച്ച് നരകവാതിലൂടെ കടന്ന് നരകത്തിലേക്ക് പോകരുത്. സാത്താൻ നരകവാതിൽ തുറന്നിട്ടിരിക്കുക. എന്നാൽ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്നവന് ദൈവം സ്വർഗവാതിലും തുറന്നിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഏത് വാതിലിനെ നോക്കിയാണ് ഓടുന്നത്? നരകവാതിലിനെ തുറന്നിട്ടിരിക്കുന്ന സാത്താനെ നോക്കിയോ സ്വർഗവാതിൽ തുറന്നിട്ടിരിക്കുന്ന യേശുവിനെ നോക്കിയോ നിങ്ങൾ ഓടുന്നത്? ഹല്ലേലൂയ. പരാജയപ്പെട്ടു പോയില്ലേ സോമാവിനെ? എത്രയോ ദിവസങ്ങൾ നീ പ്രാർത്ഥിക്കാതെ സമയം തള്ളിവിട്ട്, എത്രയോ സമയം പ്രാർത്ഥിക്കേണ്ട സമയം നീ ടിവിയുടെ മുമ്പിൽ ചെലവഴിച്ചു, എത്രയോ പ്രാർത്ഥിക്കേണ്ട സമയം നീ മൊബൈലുമായി കൂടിയിരുന്നു, എത്രയോ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും പറഞ്ഞ് നിന്റെ സമയത്തെ നീ മെനക്കെടുത്തി കളഞ്ഞു. പൗലോസ് പറയാണ് കൊരിന്ത സഭയോട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന പേര് ധരിച്ചതുകൊണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോയതുകൊണ്ട്, ബൈബിൾ എടുത്തതുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പെരുന്നാൾ നടത്തിക്കൊണ്ട്, വെടിക്കെട്ട് നടത്തിയതുകൊണ്ട്, പള്ളിയിൽ ആദ്യഫലത്തിന് ഒന്നാമത് വലിയ സാധനം കൊണ്ട് കൊടുത്തുകൊണ്ട് ആദ്യഫല പെരുന്നാളിനകത്ത് ലേലം വിളിക്കകത്ത് ലക്ഷങ്ങൾക്ക് നീ ലേലം വിളിച്ചാലും ഹല്ലേലൂയ നീ ദൈവരാജ്യത്തിൽ പോകത്തില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു പള്ളി ഹല്ലേലൂയ ലേലം നടക്കും. ഒരു കോഴിപ്പൂവിന്റെ വില 1.25 ലക്ഷം രൂപ. ഹല്ലേലൂയ. കോഴിപ്പൂവിന്റെ വില 1.25 ലക്ഷം രൂപ. 1.25 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ച് നിൽക്കുന്ന വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും അവന്റെ കൂട്ടുകാരും ചങ്കു വിരിച്ച് നിൽക്കുകയാണ്. എന്താ? ഞങ്ങൾ 1.25 ലക്ഷം രൂപയ്ക്ക് 50 രൂപയുടെ അല്ലെ 250 രൂപ കോഴിയെ ലേലം വിളിച്ചു. 50 കോഴി കിട്ടത്തില്ല, 250 300 രൂപ കൂട്ടിക്കും. ഒരു 300 രൂപയുടെ കോഴിക്ക് ഹല്ലേലൂയ 1.25 ലക്ഷം രൂപ ലേലം വിളിച്ചിട്ട് പള്ളിമുറ്റത്ത് പള്ളിമേടയിൽ വിരിഞ്ഞു നിൽക്കുന്ന ചങ്കം വിരിച്ചു നിൽക്കുന്ന സോദാവി, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഓടിയത്? ഈ ലോകത്തിലെ കോഴിക്ക് വേണ്ടിയിട്ടല്ലേ? 300 രൂപയുടെ ഒരു കോഴിപ്പൂവിന് വേണ്ടിയിട്ട് നീ 1.25 ലക്ഷം രൂപ മുടക്കി ലേലം വിളിച്ചെങ്കിൽ സാത്താനാണ് നിന്നെ ആ നരകവാതിലൂടെ കൊണ്ടുപോയത്. അല്ലേ? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ വിട്ടിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നീ ഓടണം. പ്രാർത്ഥനയോടെ, ആരാധനയോടെ, സ്തുതിയോടെ, സ്തോത്രങ്ങളോടെ ദൈവത്തിന് പ്രസാദമുള്ളത്. ഹല്ലേലൂയ. അതാണ് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12:2 പറഞ്ഞു, നീ ലോകത്തിന് അനുരൂപരായി ജീവിക്കരുത്. അല്ലേ? നന്മയും പ്രസാദവും പൂർണ്ണതയും എന്തെന്ന് തിരിച്ചറിയണം.
മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. എന്നിട്ട് ക്രിസ്തീയ ജീവിത ഓട്ടക്കളത്തിൽ ഓടി ജയിക്കണം. സ്വർഗവാതിൽ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു, അതിലേക്ക് നീ ഓടി നിത്യതയിൽ പ്രവേശിക്കുന്നതായിരിക്കട്ടെ നിന്റെ ജീവിതം. പ്രൈസലോ. അല്ലാതെ ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി ഓടരുത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലയ്യ, പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പണത്തെക്കാൾ അത്യാവശ്യം പ്രാർത്ഥന, സമ്പത്തിനേക്കാൾ അത്യാവശ്യം പ്രാർത്ഥന, ഭവനത്തെക്കാൾ അത്യാവശ്യം പ്രാർത്ഥന, മക്കളെക്കാൾ അത്യാവശ്യം പ്രാർത്ഥന, നമ്മുടെ ആരോഗ്യത്തെക്കാൾ ഏറ്റവും വലുത് പ്രാർത്ഥന. ഈ ലോകത്തിൽ എന്തുണ്ടോ അതിനേക്കാൾ എല്ലാം പ്രാധാന്യമേറിയത് പ്രാർത്ഥനയാണെന്ന്. പ്രാർത്ഥനയ്ക്ക് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളെ ദൈവം മാറ്റി എഴുതും. രക്തം ചെയ്യണം. അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റി എഴുതുവാൻ, ലോകം നിന്റെ നേരെ എഴുതിയിരിക്കുന്ന കൈയെഴുത്തുകളെ മായ്ക്കുവാൻ, പിശാച് നിനക്ക് നേരെ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളെ നീക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ പിശാച് വിറയ്ക്കും. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ പിശാചു മുട്ടിടിക്കുമെന്ന്, വിറയ്ക്കുമെന്ന്. പ്രാർത്ഥിക്കുന്നതിനെ തടയുവാൻ ഈ ലോക ശക്തികൾക്ക് കഴിയില്ല. പ്രൈസോ. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമ്മൾ ഈ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും ചിന്തിക്കാറുള്ള ഭാഗം ഒന്നുകൂടെ വായിച്ചു പോകാൻ ആഗ്രഹിക്കുക. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ 2 കുടുംബങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഭാഗം വായിക്കാം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവരെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവരെ കുറിച്ച് വ്യസനിക്കും എന്നവിടെ എഴുതിയിരിക്കുക. ഇവിടെ 2 കുടുംബങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കുടുംബം എന്താണ്? ദാവീദ് ഗൃഹം. രണ്ടാമത്തെ ഗൃഹം എന്താണ്? യെരൂശലേം നിവാസികളുടെ ഗൃഹം. ഈ 2 കുടുംബങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ദൈവം നമുക്ക് ചില സതുപദേശങ്ങൾ നൽകുന്നത്. പ്രവാചക ശബ്ദത്തിന് വിലയുണ്ട്. പ്രവാചക ശബ്ദം എന്ന് പറയുന്നത് സത്യമാണ്. ഏത് പ്രവാചകനാ? വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന സ്തോത്രം, യെശയ്യ പ്രവാചകൻ തൊട്ട് മാലാഖി വരെയുള്ള പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളിലെ സത്യമായതുകൊണ്ടും അത് ദൈവവചനമായതുകൊണ്ടും യാഥാർത്ഥ്യമായതുകൊണ്ടുമാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ മനുഷ്യൻ പ്രവചിക്കുന്നൊന്നും വേദപുസ്തകത്തിലില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ 2 കുടുംബങ്ങളെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ഈ 2 കുടുംബങ്ങളും ഓട്ടക്കളത്തിലാണ്. ദാവീദ് ഗൃഹവും ഓട്ടത്തിലാണ്, യെരൂശലേം നിവാസികൾ ഓട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ 2 കുടുംബങ്ങളെ സാക്ഷി വെച്ച് ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ നീ ഇതിൽ ഏത് കുടുംബത്തിൽ ഉൾപ്പെടും? ദാവീദ് ഗൃഹത്തിൽ നീ ഉൾപ്പെടുമോ? യെരൂശലേം നിവാസികളുടെ ഗൃഹത്തിൽ നീ ഉൾപ്പെടുമോ? രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ഈ സക്കറിയ പ്രവാചകന്റെ ദിവസം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം 2 കുടുംബക്കാരുടെ നടുവിൽ നമ്മെ നിർത്തുക. 2 കുടുംബക്കാരുടെ നടുവിൽ ദൈവം നമ്മെ നിർത്തുന്നു. ഒന്ന് ദാവീദ് ഗൃഹത്തിലുള്ളവർ, 2 യെരൂശലേം നിവാസികൾ. അതിൽ ഒന്നാമത്തെ കുടുംബത്തെ കുറിച്ച് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ദാവീദ് ഗൃഹത്തിലുള്ളവർ, ഹല്ലേലൂയ, ദാവീദിന്റെ ഗൃഹത്തിലുള്ളവർ. ദാവീദിന്റെ ഗൃഹത്തിൽ യേശു ജനിച്ചു. യേശു കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നു. യേശുവിടാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. നമ്മുടെ ഉള്ളിൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ കൊണ്ടുവന്നുവെന്ന് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു. ഹല്ലേലൂയ. ഈ കൃപ, ഹല്ലേലൂയ, തന്നെയാണ് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. സക്കറിയ പ്രവാചകൻ പറഞ്ഞ ഈ കൃപ തന്നെയാണ് നമ്മെ ദൈവസന്നിധിയിലേക്ക് നടത്തുന്നത്. ഈ കൃപ തന്നെയാണ് നമ്മളെ പ്രാർത്ഥനയിലേക്ക് നടത്തുന്നത്. ഈ കൃപ തന്നെയാണ് നമ്മളെ ആരാധനയിലേക്ക് നടത്തുന്നത്. ഈ കൃപ തന്നെയാണ് നമ്മളെ ദൈവവചനത്തിലേക്ക് നടത്തുന്നത്.
നീ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തോട് ചേർന്നിരിക്കാറുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഓട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള വാഞ്ചയും പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദാഹവും നിങ്ങൾക്ക് വേണം. ലോക മേന്മകൾ എനിക്ക് വേണ്ട, യേശുവിനെ മാത്രം മതി എന്ന് പറയണം. ലോകത്തിന്റെ മേന്മകൾ, ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ സന്തോഷങ്ങൾ, ലോകത്തിന്റെ പാരമ്പര്യങ്ങൾ, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ, ഇവിടുത്തെ ജടികത, ഇവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ സ്ഥാനമാനങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് യേശുവിനെ മാത്രം മതി എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. നീ യേശുവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് ലോകത്തെ എന്ന് നീ ഉപേക്ഷിക്കുന്നു, അന്ന് സ്വർഗരാജ്യത്തിന്റെ മഹത്വം നീ കാണാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മഹത്വം നിന്റെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ ലേഖനമൊക്കെ, നിങ്ങൾ ലോകത്തിൽ ഉള്ളതിനെ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. ലോകത്തിൽ ഉള്ളതിനെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളുടെ ഓട്ടം പരാജയമാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ കുറിച്ചുള്ള വാഞ്ച, യേശുവിനെ വേണ്ടിയിട്ട് നിങ്ങൾ ഓടണം. യേശുവിനെ കാണുവാൻ, യേശുവിനെ അനുഭവിക്കുവാൻ, യേശുവിനെ രുചിച്ചറിയുവാൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ആ ക്രൂശെടുത്ത് അവന്റെ പിന്നാലെ ഓടണം വിശ്വാസത്തോടെ. ഹല്ലേലൂയ. ഈ ക്രൂശെടുത്ത് ഓടുന്നൊക്കെ പറഞ്ഞ ആശ്ചര്യമായിട്ട് ക്രൂശെടുത്ത് ഓടുന്ന കാര്യമല്ല. നമ്മുടെ വിശ്വാസത്താൽ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം എന്ന് പറഞ്ഞ് ഈ ലോകത്തിലുള്ള സകല സുഖങ്ങളും സ്ഥാനമാനങ്ങളും നീ മുറുകെ പിടിച്ചിരിക്കുന്ന സകലത്തിൽ ത്യജിച്ചിട്ട് യേശു നമുക്ക് വേണ്ടി ചുമന്ന ക്രൂശ്, ഭാരമേറിയ ക്രൂശ്, ആ ക്രൂശിനെ നീ വിശ്വാസത്താൽ നിന്റെ ചുമലിലേറ്റുകൊണ്ട് നീ ക്രിസ്തുവിന് വേണ്ടി അനുദിനം ഓടുന്നവനായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഓടുന്ന നിനക്ക് ദൈവരാജ്യം തുറന്നു കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഓട്ടത്തെ തടയുവാൻ പിശാചിന് കഴിയില്ല. ക്രിസ്തുവിന്റെ ക്രൂശ് നിന്റെ തോളിൽ ഇരിക്കുന്നിടത്തോളം കാലം, വിശ്വാസത്തെ നീ അത് വഹിച്ചുകൊണ്ട് ഓടുന്നിടത്തോളം കാലം, കാലുവരി ക്രൂശിൽ പിശാചിനെ തലയെ തകർത്ത കർത്താവിന്റെ കൃപ നിന്റെ മേലെ എപ്പോഴും നിറയപ്പെടും. സാത്താൻ നിന്നെ കാണുമ്പോൾ ഓടിപ്പോകും. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, നമ്മൾ ലോകമോഹങ്ങൾക്ക് വേണ്ടി ഓടരുത്, യേശുവിനെ മതി. അതുകൊണ്ട് അവന്റെ പാദങ്ങളെ പറ്റി പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് സഹായം ചോദിക്കണം. യേശുവിന്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കണം. അല്ലെങ്കിൽ മാർത്തയും മറിയുടെയും ചരിത്രം നമുക്കറിയാം. അല്ലേ? മാർത്ത പലരെ കുറിച്ചും വിചാരപ്പെട്ടും മനം കലകി ഇരിക്കുമ്പോൾ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ട് അവന്റെ പാദപീഠത്തിലൂടെ പറ്റിച്ചേർന്നിരിക്കുക. ഹല്ലേലൂയ. മാർത്തയുടെ ചിന്ത എന്താണ്? വീട്ടിൽ യേശുണ്ട്, ശിഷ്യന്മാരുണ്ട്, അവർക്ക് തിന്നുവാനുണ്ടാക്കണം, കുടിക്കുവാനുണ്ടാക്കണം, അവരെ നല്ല സന്തോഷത്തോടെ പറഞ്ഞ് തൃപ്തിയോടെ അയക്കണം. അതുകൊണ്ട് അവൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് മറിയ എന്ത് ചെയ്തു? ഗുരുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന ഗുരുവിന്റെ വചനം കേൾക്കുവാനുള്ള ദാഹം. അവിടെ ഓട്ടം എത്ര വലുതായിരുന്നു! ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ, ഗുരുവിന്റെ പാദപീഠത്തിലേക്ക് ഓടി, ഗുരുവിന്റെ പാദപീഠത്തിലേക്ക് ഓടി വന്ന് ഗുരുവിന്റെ പാദത്തോട് പറ്റിച്ചേർന്ന് പൗലോസോടെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിൽ ഒരുവിനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ശ്രോതാവെ, ഇന്ന് പകൽ പറയട്ടെ, മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കണം. ആരാധനയ്ക്കുള്ള സമയത്ത് നീ മാറ്റിവെക്കരുത്. മാർത്തയെപ്പോലെ മാറ്റിവെച്ചിട്ട് നീ വിചാരപ്പെട്ട മനം കലങ്ങിയും പോകരുത്. നല്ലത് തിരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്തോത്രം, യാചയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ, ഹല്ലേലൂയ, ഒരു കനൽ പോലെ വന്നു മൂടണം. കനൽ പോലെ, തീക്കനൽ പോലെ. പ്രാർത്ഥനയുടെ യാചയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ തീക്കനൽ വന്ന് മൂടുന്നത് പോലെ നിങ്ങളുടെ മേൽ വന്ന് കൂടുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളിലുള്ള അഭിഷേകം നിറയുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ തീക്കനലെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് ആളിക്കത്താൻ തുടങ്ങും. ഹല്ലേലൂയ. മുമ്പ് അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുകഞ്ഞുകൊണ്ടിരുന്ന തീക്കനലെല്ലാം കൂടെ എന്ത് ചെയ്തു? ആ വീട്ടിലെ പ്രിയ മാതാവ് അല്ലെങ്കിൽ പ്രിയ സഹോദരൻ വന്നിട്ട് ഒരു കമ്പെടുത്ത് എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ തീക്കനലങ്ങോട്ട് ആളിക്കത്താൻ തുടങ്ങി. ഹല്ലേലൂയ. അതുപോലെ തന്നെ നീ പ്രാർത്ഥനയുടെ ആത്മാവിനെ നീ പ്രാപിച്ചുകൊണ്ട് അതിനെ ഒരു തീക്കനൽ പോലെ നിന്റെ മേൽ കൂട്ടിവെച്ച് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ തീക്കനൽ നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ആശുദ്ധി ആ അഭിഷേകം മുഖാന്തരം കരിഞ്ഞു പോകും. ഹല്ലേലൂയ. അത് നമ്മുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നമ്മുടെ മേൽ ഒരു അശുദ്ധിക്ക് ഇരിക്കാൻ പറ്റത്തില്ല.
അഭിഷേകമില്ലാത്തത് കൊണ്ടാണ് നിന്റെ മേൽ അശുദ്ധി വസിക്കുന്നത്. അഭിഷേകമില്ലാത്തത് കൊണ്ടാണ് നിന്റെ മേൽ പാപം വസിക്കുന്നത്. അഭിഷേകമില്ലാത്തത് കൊണ്ടാണ് നീ ലോകത്തിന് വേണ്ടി ഓടുന്നത്. അഭിഷേകമില്ലാത്തവൻ ഓടി നരകവാതിലൂടെ നരകത്തിലേക്ക്. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ എപ്പോഴും അവന്റെ മേൽ പ്രാർത്ഥനയുടെ യാചന തീക്കനിൽ കൂട്ടിക്കൊണ്ട് അഭിഷേകം ജ്വലിപ്പിച്ച് അവൻ കർത്താവിന് വേണ്ടി ഓടി സ്വർഗവാതിലൂടെ ദൈവരാജ്യത്തിലെത്തും. രക്തം ചെയ്യും. ഫ്രീസോ ഹല്ലേലൂയ. അതുകൊണ്ട് ഓട്ടം എവിടെയാണ് ഓടുന്നത്? എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ എങ്ങോട്ടാണ് ഓടുന്നേ? ആർക്ക് വേണ്ടിയിട്ട് ഓടുന്നത്? ഹല്ലേലൂയ. എന്തോ നേടാനോ ഓടുന്നത്? ഈ കണ്ട കാലം മുഴുവൻ നീ ഓടിയിട്ട് എന്തെങ്കിലും നേടിയോ? എന്തെങ്കിലും പ്രാപിച്ചോ? നീ ഓടി മിച്ചമായിട്ട് നിനക്ക് എന്തുണ്ട് പറയാൻ? ഹല്ലേലൂയ. ഇത്രയും കാലം നീ ഓടിയിട്ട് ഒരുപക്ഷെ നീ പറയും, ഞാൻ എൻ്റെ മക്കളെല്ലാം നന്നായിട്ട് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവരെല്ലാം വിദേശ രാജ്യങ്ങൾ അയച്ചവിടെ നന്നായിട്ട് അവിടെ ജീവിക്കുന്നവരുടെ സെറ്റിലായി, മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി എന്നൊക്കെ ഒരുപക്ഷെ നീ പറയായിരിക്കും. ഒരുപക്ഷെ നീ പറയായിരിക്കും, ഞാൻ ഇത്രയും കാലം ഓടിയിട്ട് നല്ല വീട് വെച്ച് കാറ് വാങ്ങി സുഖസന്തോഷം ജീവിതം നയിക്കുന്ന എനിക്കൊന്നിനും കുറവില്ലെന്ന് പറയുമായിരിക്കും. അത് നിങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ട് ഓടിയത്. അതിനിടയിൽ നീ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയോ? കർത്താവിന് വേണ്ടിയിട്ട് ഓടിയോ? സുവിശേഷത്തിന് വേണ്ടി ഓടിയോ? പ്രാർത്ഥനയുടെ യാചന ആത്മാവിനെ നീ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ യാചന തീക്കനെ നിന്റെ മേൽ കൂട്ടിക്കൊണ്ട് നിന്റെ മേലുള്ള അഭിഷേകത്താൽ ആവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആത്മദാഹത്തോടെ നീ ഓടിയോ? രക്തം ചെയ്യും. ലോകത്തിന് വേണ്ടി ഓടി നീ സമ്പാദിച്ചതെല്ലാം അവസാനം ഒരുപിടി ചാരമായി മാറും. ഈ ലോകത്തിൽ നീ നേടിയതിൽ ഒരുപിടി ചാരമായി മാറുമെന്ന് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം വായിക്ക്. ഈ കാണുന്ന ഭൂമി ദൈവം തീക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൂലപദാർത്ഥങ്ങൾ കത്തിയിടിക്കുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യൻ ചെയ്തു വെച്ച് പടുത്തുയർത്തതെല്ലാം വെന്തുരുകിപ്പോകുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന റോമാവേ, നീ ലോകത്തിന് വേണ്ടി ഓടി അതിനകത്ത് നീ അഭിമാനം കൊള്ളരുത്. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഓടി, നിത്യതയ്ക്ക് വേണ്ടി ഓടി, നിത്യജീവന് വേണ്ടി ഓടി, ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഓടി നീ ദൈവരാജ്യത്തിലുണ്ടാകണം. ഭൂമിയിൽ നീ സമ്പാദിച്ചതെല്ലാം ഒരുപിടി ചാരമായി മാറും. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടിയാണ് നീ ഓടിയെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് നിലനിൽക്കുന്നതാണ്. രക്തം ചെയ്യും. എല്ലാവരും ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിൽ എല്ലാം ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. എങ്ങോട്ടാണ് ഓട്ടം? അല്ലേരിയ. രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാണ് സഹോദരൻ ഓടുന്നേ? രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാ സഹോദരി ഓടുന്നേ? നിന്റെ യുവതലമുറ എങ്ങോട്ടാ ഓടുന്നേ? രാവിലെ എഴുന്നേറ്റ് മക്കളയിലേക്ക് ഒരു ക്രിക്കറ്റ് ബോളും കൊടുത്ത് ഒരു ബാറ്റും കൊടുത്ത് പിള്ളേരിലേക്കാണ് ഓടിക്കുന്നത്. രാവിലെ നിന്റെ മക്കളെ എങ്ങോട്ടാ ഓടുന്നേ ചോദിച്ചോ? വില കൂടിയ വലിയ ബുള്ളറ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്ത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർ എങ്ങോട്ടാ ഓടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. കൂട്ടുകാരുമൊത്ത് വാഹനത്തിൽ ചെത്തിയടിച്ചു പോയി ഏതെങ്കിലും വാഹനത്തിന്റെ കീഴിൽ അട്ടയായി മാറുമ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ നിന്റെ മനസ്സിനകത്ത് ദുഃഖം ഉണ്ടാകാതിരിക്കും. നിന്റെ മക്കളെ ദൈവപാതയിലൂടെ ഓടിക്കണം. ഹല്ലേലൂയ. അത് നിന്റെ ഭർത്താവ് എങ്ങോട്ടാണ് ഓടുന്നത്? രാവിലെ മദ്യഷാപ്പിലേക്കോ ലഹരി വിൽപ്പന കേന്ദ്രത്തിലേക്കോ? നീ എങ്ങോട്ടാണ് ഓടുന്നത്? നിന്റെ മാതാപിതാക്കൾ എങ്ങോട്ടാണ് ഓടുന്നത്? നിന്റെ ഓട്ടം സ്ഥിരതയുള്ളതാണോ? ഹല്ലേലൂയ. ആകയാൽ സകല ഭാരവും ഹല്ലേലൂയ വിട്ട് മുറുകെ പറ്റുന്ന ഭാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് എബ്രായ ലേഖനം 12-ലേക്കൊക്കെ വരുമ്പോൾ വായിക്കാൻ കഴിയും. അല്ലേ? അപ്പൊ സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാരവും നിങ്ങളുടെ ജീവിതത്തിലെ സകല ഭാവവും മുറുകെ പറ്റുന്ന ഭാവവും എല്ലാത്തിനും നിങ്ങൾ വിട്ടിട്ട് ഓട്ട സ്ഥിരതയോടെ യേശുവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഓടിയാണ് നീ പോകുന്നെങ്കിൽ നിനക്ക് ജീവിതത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞത്, സ്തോത്രം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നതെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത്. നീ സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ, ഹല്ലേലൂയ, സമാധാനത്തോടെ എഴുന്നേറ്റ് വരണമെങ്കിൽ സ്തോത്രം, നീ കർത്താവിന് വേണ്ടി ഓടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം തീയാ, ദൈവത്തിന്റെ വചനം അഭിഷേകമാ, ദൈവത്തിന്റെ വചനം ജീവനാ, ദൈവത്തിന്റെ വചനം രക്ഷയാ, ദൈവത്തിന്റെ വചനം മാനസാന്തരമാ, ദൈവത്തിന്റെ വചനം ശുദ്ധീകരണമാണ്, ദൈവത്തിന്റെ വചനം അഗ്നിയാണ്, ദൈവത്തിന്റെ വചനം സ്വർഗരാജ്യത്തിൻ്റെതാണ്, ദൈവത്തിന്റെ വചനം ദൈവമാണ്. ഹല്ലേലൂയ. ആ വചനം മുറുകെ പിടിച്ചുകൊണ്ട് നീ ഓടി ചെയ്യിക്കണം. രക്തം ചെയ്യും. വചനം നിന്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കുക.
വചനം പറഞ്ഞു കൊടുത്തിന്റെ മക്കളെ വളർത്തണം. വചനം പറഞ്ഞു കൊടുത്തിന്റെ ഭർത്താവ് ഭാര്യയെ പഠിപ്പിക്കണം, ഭാര്യ ഭർത്താവിനെ പഠിപ്പിക്കണം. മക്കളും അപ്പനും അമ്മയും എല്ലാം കൂടെ കൂടിയിരുന്ന സിനിമാ കഥ പറയാതെ, സീരിയലിന്റെ കഥ പറയാതെ, ഇവിടുത്തെ കോമഡികളെ കുറിച്ച് പറയാതെ, ഇവിടുത്തെ ടൂർണമെന്റുകളെ കുറിച്ച് പറയാതെ നിന്റെ മക്കളോട് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. നിന്റെ മക്കൾക്ക് യഹോഭക്തി ഉണ്ടാകണമെങ്കിൽ, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകണമെങ്കിൽ നിന്റെ മക്കളെ വചനം പഠിപ്പിച്ചു വചനത്തിലൂടെ ഓടുവാൻ അവനെ പ്രാപ്തരാക്കിയെടുക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃത്തനായാലും അത് വിട്ടുമാറുകയില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം സദൃശവാക്യത്തെ വായിക്കുന്നുണ്ട്. അത് നിന്റെ മക്കൾ എങ്ങോട്ട് ഓടുന്നുവെന്ന് നീ അന്വേഷിക്കാറുണ്ടോ? നീ എങ്ങോട്ട് ഓടുന്നു നീ അന്വേഷിക്കാറുണ്ടോ സഹോദര? കൂട്ടുകാരോടൊപ്പം ഓടുന്ന നീ എങ്ങോട്ടാണ്? കൂട്ടുകെട്ടുമായിട്ട് ഓടുന്നത് എങ്ങോട്ടാണ്? രാഷ്ട്രീയക്കാരുടെ പിന്നാലെയാണോ നീ ഓടുന്നത്? ഇവിടുത്തെ മത നേതാക്കന്മാരുടെ പിന്നാലെയാണോ ഓടുന്നത്? സ്ഥാനമാന അധികാരങ്ങൾക്ക് വേണ്ടിയാണോ ഓടുന്നത്? സ്വാർത്ഥ ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിനും വർഗീയതയ്ക്ക് വേണ്ടിയാണോ നീ ഓടുന്നത്? ഹല്ലേലൂയ. മറ്റുള്ളവന്റെ രക്തം ചുരിയിക്കാൻ വേണ്ടിയാണോ നീ ഓടുന്നത്? ഹല്ലേലൂയ. നിന്റെ ഓട്ടത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. കൊരിന്ത്യർ സഭയെ നോക്കിയിട്ട് പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, നീ ഓടുന്ന ഓട്ടം പരാജയമാണ്. നിങ്ങൾ ഓട്ടം പരാജയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഓട്ടം നിർത്തി, ലോകത്തിലെ ഓട്ടം നിർത്തി, കൊരിന്ത്യർ സഭയുടെ അശുദ്ധിയെ വിട്ടിട്ട്, അശുദ്ധമായ ജീവിതം വിട്ട്, അവരുടെ പിറുവിർക്ക് ഭിന്നത വിട്ട് നിങ്ങൾ വിശുദ്ധിയോടെ ഓടണമെന്ന് പൗലോസ് അവരെ പഠിപ്പിക്കുന്നത്. ദൈവസഭയെ പറഞ്ഞ് വിശുദ്ധിയോടെ ഓടണമെന്ന രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഒന്ന് ദാവീദ് ഗൃഹത്തെ കുറിച്ച് പഠിച്ച്, രണ്ടാമത് ഞാൻ ദാവീദ് ഗൃഹത്തിൽ യെരൂശലേം നിവാസികളും ഇനി കൃപയുടെ യാചന ആത്മാവിനെ പകരും. രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് യെരൂശലേം നിവാസികളുടെ കുടുംബമാണ്. ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ചത് ദാവീദ് ഗൃഹത്തെ കുറിച്ചാണ്. രണ്ടാമത് യെരൂശലേം നിവാസികളുടെ കുടുംബം. യെരൂശലേം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ നഗരമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നഗരം എന്നതിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. യെരൂശലേം നിവാസികൾ അത് സമാധാനത്തിന്റെ നഗരം, ദൈവത്തിന്റെ നഗരം എന്ന് അർത്ഥം. യെരൂശലേമിനെ ആദ്യമായി ഭരിച്ചിരുന്നത് മൽക്കീസേദക്ക് ആണ്. അവൻ പരിശുദ്ധാത്മാവിന് അടയാളമായിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. മെൽക്കീസേദക്ക് എന്നതിന് നീതിയുടെ രാജാവ്, ശാലിൻ രാജാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നെല്ലാം അതിനർത്ഥമുണ്ടെന്ന് നമ്മുടെ ഇബ്രായ ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യെരൂശലേം നഗരം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ നഗരം, ദൈവത്തിന്റെ നഗരം. നിന്റെ ഭവനം യെരൂശലേം നഗരത്തിന്റെ അനുഭവമാണ്. സമാധാനത്തിന്റെ ഭവനമാണോ? ദൈവമുള്ള ഭവനമാണോ? ഹല്ലേലൂയ. മൽക്കീസേദക്ക് യെരൂശലേം ആലയത്തിൽ ഭരിച്ചത് പരിശുദ്ധാത്മാവിന്റെ നിലായി നിൽക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടോ? സോദാവി രക്തം ചെയ്യും. എന്തുകൊണ്ടാണ് കഷ്ടത മാറാത്തത്? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തത്? കണ്ണുനീര് മാറാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നിനക്ക് ഉയർച്ചയില്ലാത്തത്? നീ ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് പാസ്റ്റർ എനിക്ക് ഉയർച്ചയില്ലാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് നന്മയില്ലാത്തത്? എന്തുകൊണ്ടാണ് എന്റെ കഷ്ടം മാറാത്തത്? എന്തുകൊണ്ടാണ് എന്റെ പ്രശ്നം മാറാത്തത്? ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ വരുന്നു. എല്ലാം നഷ്ടമാണ്. തൊടുന്നതെല്ലാം നഷ്ടപ്പെടുന്നു. ഒന്നിനും ഉയരാൻ കഴിയുന്നില്ല. മക്കൾക്ക് ഭാവിയില്ല, ഭർത്താവിന്റെ ഭാവിയില്ല, ഞങ്ങൾക്ക് ജോലിയില്ല, കടങ്ങൾ കടങ്ങൾ പെരുകുന്നു. സ്വന്തമായിട്ട് ഭവനമില്ല, തലയായിപ്പോയിട്ട് ജപ്തിക്കാർ എല്ലാം വരുന്നു. കടക്കിണിവാതെ തല ഉയർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ നീ പറയാറില്ലേ? നിന്റെ ഭവനത്തിൽ യെരൂശലേം നഗരത്തിന്റെ അനുഭവമാണോ? യെരൂശലേം നിവാസികളുടെ ഭവനം പോലെ നിന്റെ ഭവനത്തിനകത്ത് സമാധാനമുണ്ടോ? ദൈവമുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ കുടുംബത്തിലുണ്ടോ? ഇല്ലാതെ പോയതാണ് നിന്റെ പരാജയം മുഴുവൻ. രക്തം ചെയ്യാൻ മടങ്ങി വരണം. ഹല്ലേലൂയ. മടങ്ങി വന്ന ദൈവത്തിൽ ഈ ലോകത്തെ കുറിച്ച് പണത്തിന് വേണ്ടി നീ ഓടരുത്. നീ കർത്താവിന് വേണ്ടി ഓടിയാൽ ഈ ഭൂമി ജീവിക്കുവാനുള്ള സകല നന്മകളും യേശു നിനക്ക് തരും. നീ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നവളാണെങ്കിൽ ആകാശത്തിന്റെ കിളിവാതിലെ ദൈവം നിന്റെ മുമ്പിൽ തുറക്കും. നീ പ്രാർത്ഥനയുടെ യാചനയുടെ ആത്മാവിനെ നിറയപ്പെട്ട് പ്രാർത്ഥനയുടെ യാചന തീക്കനെല്ലാം അങ്ങോട്ട് കൂട്ടിക്കഴിയുമ്പോൾ അഭിഷേകം നിന്റെ മേൽ തീ അങ്ങോട്ട് എരിഞ്ഞു തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങും. അഭിഷേകം നിന്നെ അങ്ങോട്ട്
കത്തി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ ചിതറിയോടാൻ തുടങ്ങും. നിന്നെ തകർക്കാൻ നിൽക്കുന്ന സാത്താൻ നിന്റെ മുമ്പിൽ വിറയ്ക്കാൻ തുടങ്ങും. അതേ ദൈവരാജ്യം നിനക്ക് വേണ്ടി തുറന്നാൽ, ദൈവരാജ്യം നിനക്ക് വേണ്ടി തുറക്കണമെങ്കിൽ യെരൂശലേം നിവാസികളുടെ ഗൃഹം പോലെ നിന്റെ കുടുംബമായി തീരണം. സമാധാനത്തിന്റെ കുടുംബം, ദൈവമുള്ള കുടുംബം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം, ഹല്ലേലൂയ സ്തോത്രം, 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് 1-ാമത്തെ വാക്യം വായിക്കുന്നു. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ചു വരുന്ന അബ്രഹാമിന് എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം, ഹല്ലേലൂയ, അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലാം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും. ഇവിടെ മൽക്കീസേദെക്കിന് പരിശുദ്ധന്മാരോട് ചേർത്ത് പഠിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. കുറെ കള്ളുകുടിയന്മാരെ നിന്റെ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി, കുറെ ചൂതാട്ടക്കാരെ നിന്റെ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി, ഇന്നിന്റെ സമയം കഴിഞ്ഞ് ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിനകത്ത് ഭയങ്കര റമ്മികളെ നടക്കുക. ഗുലാബ് പിരിച്ച്, പണ്ടൊക്കെ ആളുകൾ കളിക്കുക, ഗുലാബ് പിരിച്ച റമ്മികളി, ചീട്ടുകളി. വീട്ടിനകത്ത് എന്താ നടക്കുന്നത്? ചീട്ടുകളി. വീട്ടിനകത്ത് എന്താ? മദ്യപാനം. വീട്ടിനകത്ത് എന്താ? പുകവലി. ഹല്ലേലൂയ. അങ്ങനെയുള്ള നിന്റെ കുടുംബം തറത്തോണ്ടുവന്ന, നിന്റെ കുടുംബം തകരുമെന്ന, നിന്റെ കുടുംബം യെരൂശലേം നിവാസികളുടെ കുടുംബം പോലെ സമാധാനത്തിന്റെ കുടുംബമായി, ദൈവമുള്ള കുടുംബമായി, പരിശുദ്ധാത്മാവ് നായകനായുള്ള കുടുംബമായി മാറണം. അല്ലാതെ കുറച്ച് കള്ളുകുടിമാരെ വിളിച്ചുകൂട്ടി, കുറെ ചൂതാട്ടക്കാരെ വിളിച്ചുകൂട്ടി, കുറെ ആവാസന്മാരെ വിളിച്ചുകൂട്ടി നിന്റെ ഭവനം അശുദ്ധമാക്കരുത്. ലോകത്താമി നാട്ടിൽ കിടക്കാനുള്ള മദ്യവും മയക്കുമരുന്നും മന്മസാലകളെല്ലാം വീട്ടിൽ കൊണ്ടുവച്ച് എന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് കയ്യിലിട്ട് തിരുവി നാവിനടി വെച്ച് കാണിക്കരുത്. പുകവലിച്ച് കാണിക്കരുത്. കള്ളുകുടിച്ച് കാണിക്കരുത്. ഭാര്യ അസഭ്യം പറഞ്ഞ് കാണിക്കരുത്. ഭർത്താവിനെ അസഭ്യം പറഞ്ഞ് തമ്മിൽ അടി ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കരുത്. എന്റെ കുടുംബം സമാധാനത്തിന്റെ ഭവനമായി മാറണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നഗരമായി മാറണം. പരിശുദ്ധന്മാവോ അതാണ് ദാവീദ് ഗൃഹവും യെരൂശലേം ഗൃഹവും എന്ന് പറഞ്ഞ 2 ഗൃഹത്തെ, 2 ഭവനങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് 2 ഭവനത്തിന്റെ ഇടയിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ. അല്ലേലൂയ. 2 കുടുംബത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലേലൂയ. രക്തം ചെയ്യും. അതിന്റെ നടുവിൽ നിർത്തി ദൈവം തന്നെ പണിയുമ്പോൾ നീ കർത്താവിന് വേണ്ടി ഓടണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ആദാമിൽ നിന്നും 2000 ആണ്ടുകൾക്ക് പിന്നോട്ട് പോയാൽ ഇവൻ യെരൂശലേം ഭരിച്ചു വന്നു. ഇവന്റെ മാതാവും പിതാവും വംശത്തിന്റെ ചരിത്രവും ഇല്ലാത്തവൻ, ഇവന്റെ ദിവസങ്ങളിൽ ആരംഭം ജീവന്റെ അവസാനം ഉള്ളവനുമാണ്. ഇവന് ജീവന്റെ ആരംഭവും ജീവന്റെ അവസാനവും ഈ കർത്താവിന്റെ കരങ്ങളിൽ തന്നെയാണ്. ആദാമിന് മുമ്പുള്ള കാലം നിങ്ങൾ ഭരിച്ചു നോക്കുക. ആദാമിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ശാലേം രാജാവ് മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ആ വ്യക്തി, ആ ദൈവ സാന്നിധ്യം രാജ്യത്തെ ഭരിച്ചിരുന്നു. ഹല്ലേലൂയ. ആദാമിന് മുമ്പ് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആരംഭവും ജീവന്റെ അവസാനത്തെക്കുറിച്ചെല്ലാം നമ്മുടെ കർത്താവ് രേഖപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവപുത്രന്റെ സമമായി എന്നും പുരോഹിതനായി അവൻ നിലനിൽക്കുക. ദൈവത്തിന് സമമായി എന്നും മൽക്കീസേദെക്ക് നിലകൊള്ളുന്നുവെന്ന് അതാണ് എബ്രായ ലേഖനം 7:2 വായിച്ചത്. ഹല്ലേലൂയ. അപ്പം ദൈവപുത്രന് സമമായിരുന്നവൻ, എന്നാൽ അവൻ പരിശുദ്ധാത്മാവ് അല്ലാതെ വേറെ ആരുമല്ല. ദൈവത്തിന് സമമായിരുന്നവൻ മൽക്കീസേദെക്ക്, ആദാമിന് മുമ്പേ ഇവിടെ ഭരിച്ചവൻ, ആദാമിന് മുമ്പേ ഉള്ളവൻ, ആദ്യനും അന്ത്യനുമായവൻ, ആദ്യവും അവസാനവുമായിരിക്കുന്നവരെല്ലാം ഈ മൽക്കീസേദെക്ക് പരിശുദ്ധാത്മാവിന് സമമാണെന്നുള്ളതാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, യെരൂശലേം ഗൃഹത്തിന്റെ മേൽ, ഹല്ലേലൂയ, യെരൂശലേം നിവാസികളുടെ മേൽ കൃപയുടെ യാചയുടെ ആത്മാവുള്ളതുപോലെ യെരൂശലേം മൽക്കീസേദെക്ക് ഭരണം നടത്തിയതുപോലെ നിന്റെ ഭവന സമാധാനത്തിന്റെ ഭവനമായി, ദൈവമുള്ള ഭവനമായി പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന്റെ നായകനായി മുന്നോട്ട് പോയാൽ നിന്റെ കുടുംബം എത്ര സന്തോഷമായിരിക്കും. നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ബലഹീനതയ്ക്ക് കാരണം നിങ്ങൾ തന്നെ. നിങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്.
ഇതുവരെ ഓടി നിന്ന് ലോകത്തിന് വേണ്ടിയിട്ടല്ലേ? തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുക, കലഹമുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക അന്നല്ലേ നീ ഓടിയത്? സഭയ്ക്കകത്തേക്ക് നീ എന്തിനാ വരുന്നത്? സഭയ്ക്കകത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടിയാണോ ഓടി വരുന്നത്? സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ നീ ഓടി വരുന്നത്? സഭയ്ക്കകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ നീ ഓടി വരുന്നത്? സഭയ്ക്കകത്ത് ദൈവദാസന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണോ ഓടി വരുന്നത്? വിശ്വാസികളെ തമ്മിൽ പക്ഷം തിരിക്കാൻ വേണ്ടിയാണോ നീ ഓടി? എന്തിനാണ് നീ സഭയ്ക്കകത്തേക്ക് ഓടി വരുന്നത്? മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കാണുവാനോ, ആ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് നിന്റെ ജീവിതം സമാധാനം കൊണ്ട് നിറയ്ക്കാനാണോ നീ വരുന്നത്? അതോ പ്രശ്നം ഉണ്ടാക്കാനാണോ? നീ തന്നെയാണ് നിന്റെ ജീവിതത്തിന്റെ നാശം എന്ന് പറയുന്നത്. നിന്റെ കുടുംബത്തിന്റെ പരാജയം നീ തന്നെ, നിന്റെ ഉയർച്ചയുടെ തടസ്സം നീ തന്നെ, നിന്റെ നന്മയുടെ തടസ്സം നീ തന്നെ എന്ന് നീ മടങ്ങി വരുന്ന ദൈവത്തിന് ലഭിച്ചു കൊടുക്കുന്നു. അന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം. അപ്പം ദാവീദ് ഗൃഹത്തിന്റെയും അവെന്താ പറഞ്ഞ ദാവീദ് ഗൃഹത്തിൽ യേശു ജനിച്ചു. അല്ലേലിയ. യെരൂശലേം നിവാസികളുടെ കൃപയുടെ യാതൊരു ആത്മാവ് അതെ നിന്റെ കുടുംബ സമാധാനത്തിന്റെ ഗൃഹമായി അതിന്റെ നടുവിൽ ദൈവം നിന്നെ നിർത്തി പണിയുമ്പോൾ നീ കർത്താവിന് വേണ്ടി സമയം വിട്ടുകൊടുക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. ഇവിടെ ദൈവപുത്രന് സമമായിരിക്കുന്നവൻ, എന്നാൽ അവൻ പരിശുദ്ധാത്മാവ് തന്നെ. അല്ലേലിയ. ഇവൻ അത്യുന്നതനായി ദൈവത്തിന്റെ പുരോഹിതനായിരുന്നുവെന്ന് അതാണ് നമ്മുടെ എബ്രാഹിം ലേഖനം 7:1 വായിച്ചിരിക്കുന്നത്. മെൽക്കിസെദെക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. അതാണ് ശാലേം രാജാവ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ അല്ലേ എന്നവിടെ രേഖപ്പെടുത്തിയത്. അല്ലേലിയ. അപ്പം സ്തോത്രം. അല്ലേലിയ. പുരോഹിതൻ ഒരു പുരോഹിതന്റെ ജോലി എന്താണ്? ഒരു പുരോഹിതന്റെ ജോലി എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി കണ്ണുനീരോടെ യാചിക്കുക എന്നുള്ളതാണ് പുരോഹിതന്റെ ജോലി. ഈ ചില പുരോഹിതന്മാരൊക്കെ അവരങ്ങ് യൂണിയനായിട്ട് മാറിയിരിക്കുക. അവരാ സ്ഥാനമാന വേഷഭൂഷാദികളൊക്കെ അടിഞ്ഞ് അവരെ കണ്ടു കഴിയുമ്പോൾ നമ്മളെ കാൽക്ക് വീണ് അവനെ കുമ്പിട്ട് അവരെ വലിയ ദൈവമായിട്ട് കാണുന്നു. പക്ഷെ ഒരു പുരോഹിതന്റെ ജോലി എന്താണ്? നശിച്ചുകൊണ്ട് ജനത്തെക്കുറിച്ച് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവനാണ് യഥാർത്ഥ പുരോഹിതൻ. പുതിയ നിയമസഭയ്ക്കകത്ത് എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗമായി പുതിയ നിയമസഭയെ ദൈവം വേർതിരിച്ചിരിക്കുമ്പോൾ സേനകൾക്ക് സ്വാഭാവിക നീ പരസ്പരം അല്ലേലൂയ നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുന്നവളായിരിക്കണം. അല്ലേലൂയ. നിന്റെ പ്രാർത്ഥന എന്ന യാഗത്തോടുകൂടി അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന മുഖാന്തരം യേശുവിന്റെ രക്തത്താൽ ജനത്തിന്റെ ശുദ്ധീകരണം നടക്കും. കണ്ണുനീരിന്റെ, ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, രോഗത്തിന്റെ, കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ ദൈവം ക്രമപ്പെടുത്തിയെടുക്കും. ഒരു പുരോഹിതന്റെ ജോലി പ്രാർത്ഥന ആത്മഭാരത്തോടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ദൈവസന്നിധി പ്രവേശിച്ച് ദൈവജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരോഹിതനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയുടെ യാചനയുടെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ തെരഞ്ഞെടുത്ത് പുരോഹിതനാക്കി വെച്ചിരിക്കുമ്പോൾ കൃപയുടെ യാചന ആത്മാവ് നമ്മൾ ഉണ്ടായിരിക്കും. അങ്ങനെ നിന്റെ ഓട്ടം ഓടി നീ ജയിക്കണം. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനാണ്. അപ്പോൾ തന്നെ രാജകീയ പുരോഹിതനാ പൗലോസ്. നിന്റെ ഓട്ടം ഓടി തികച്ചു പറഞ്ഞു, നല്ല പോരി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടമായി എനിക്കായി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൊരിന്ത്യ സഭയെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ ആമീൻ പൗലോസ് പറയുകയാണ്, രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിൽ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. അതെ, നീ വിരുദ് പ്രാപിപ്പാൻ തക്ക ഓടണം. ഓടി കിരീടം വാങ്ങുവാൻ, നിത്യതയിലെത്തുവാൻ, ജീവകിരീടം പ്രാപിക്കാൻ വേണ്ടി, നീതിയുടെ കിരീടം, വാടാത്ത കിരീടം, തേജസ്സിന്റെ കിരീടം, പ്രശംസാ കിരീടം വാങ്ങുവാൻ വേണ്ടി നിന്റെ ഓട്ട സ്ഥിരതയോടെ ഓടണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നിങ്ങൾ ആത്മാവിനെ പകർന്നുകൊണ്ടേയിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരിൽ നിങ്ങളുടെ മേൽ പകർന്ന ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ രുചി, ആത്മാവിന്റെ സന്തോഷത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് മറ്റുള്ള പാപത്തിൽ നിന്ന് മുമ്പോട്ട് നയിപ്പാൻ ദൈവം തന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ളവെങ്കിലും അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുകിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരുടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ എന്ന് യെശയ്യാപ്രവാചകൻ 53-12 യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ ഹല്ലേലൂയ കൃപയുടെ യാതൊരു ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിനു
വേണ്ടി ആത്മഭാരത്തോടെ യേശു പ്രാർത്ഥിച്ചു, ആത്മഭാരത്തോടെ ശുശ്രൂഷ ചെയ്തു. യേശു ക്രിസ്തുവിന്റെ ഓട്ടം സ്ഥിരതയോടെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് യേശു തന്റെ ശുശ്രൂഷ നിവർത്തിച്ച് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് നിത്യതയെ പ്രവേശിച്ചു. മരണത്തിന് കീഴടക്കാൻ കഴിഞ്ഞില്ല, കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല. റോമൻ പടയാളികൾക്കും യഹൂദന്മാർക്കും അന്നത്തെ ശാസ്ത്രന്മാർക്കും സാധുക്കർക്കും യേശുവിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. കാരണം യേശുവിനെ കൃപയുടെ യാതിന്റെ ആത്മാവിനെ നിറയപ്പെട്ട് തന്റെ ഓട്ടസ്ഥിരതയോടെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പിതാവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നീ യേശുവിനെ വേണ്ടി ഓടണം കേട്ടോ. അല്ലേ, നിന്റെ കഷ്ടങ്ങൾക്ക് മാറ്റം ദൈവം തരും, നിന്റെ സങ്കടങ്ങളെ ദൈവം മാറ്റുന്നു, നിന്റെ കണ്ണീര് ദൈവം തുടയ്ക്കും, നീ കടന്നു പോകുന്ന എല്ലാ പ്രശ്നവും ദൈവം പരിഹാരം നൽകും. ഇന്ന് എന്നോട് ഒരു തീരുമാനം എടുക്കുക, കർത്താവേ, ഇതുവരെ ഞാൻ ലോകത്തിന് വേണ്ടി ഓടിയത്, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഓടിയത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാ, എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പാരമ്പര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ വസ്തുവകൾ സമ്പത്തിന് വേണ്ടി ഞാൻ ഓടിയത്. ആ ഓട്ടമെല്ലാം പരാജയപ്പെട്ട് ഇന്ന് ഞാൻ അങ്ങേക്ക് വേണ്ടി ഓടാൻ പോവുക. അങ്ങേക്ക് വേണ്ടി ഓടുമ്പോൾ ആ കൃപയുടെ യാതൊരു ആത്മാവിന് എൻ്റെ മേൽ ഒരു തീക്കല്ലായി കൂട്ടി, ആ തീക്കലിൻ്റെ മേൽ അഭിഷേകം ഇറങ്ങി അങ്ങേക്ക് വേണ്ടി ഓടി നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും, ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലൂട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും, കർത്താവിയുടെ കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളായി ഏകദേശം 143 കോടിയിലധികം ജനങ്ങൾ, ലോക രാജ്യം 800 കോടി ജനങ്ങൾ, കേരളത്തിൽ പ്രാന്ത്യവസാന തൊഴിലാളി കേരളത്തിൽ, കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാജ്യക്കന്മാരെ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, റൈവൻ മേഖലയിലെ സകല ജനത്തെയും, കർത്താവിന്റെ കരസേന വ്യോമസേന നാവികസേനത്തെ അതിർത്തി ഉയർത്തുന്ന BCR സൈന്യത്തിനായി ക്രമസമാധാന രംഗത്ത് നിൽക്കുന്നവർ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന പോലീസിന്, ശിക്ഷകൾക്ക്, ജുഡീഷ്യറിന്റെ ഭാഗങ്ങൾക്കായി, സകലം ഗുരുവർ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയ്ക്കായി പ്രാർത്ഥിക്കുന്ന മദ്യത്തിന്, മയക്കുവിന്, മനസ്സിലേഖരിക്കും ഈ ലോകത്തിന്റെ പെൺമാണിഭങ്ങൾക്ക് വേണ്ടി, ജനീയതയ്ക്ക് വേണ്ടി ഓടുന്നവർക്ക്, ഈ ലോകത്തെ അക്രമ തീവ്രവാദ ഭീകര വർഗീയതയ്ക്ക് വേണ്ടി ഓടുന്നവർ, രാഷ്ട്രീയത്തിലൂടെ മതത്തിന് പിന്നാലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ മടങ്ങി വന്ന് മടങ്ങി മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ ഓടുവാൻ ജനത്തെ ഒരുക്കണമേ. ഈ ലോകത്തിന്റെ സ്പർദ്ധ വിട്ട്, ലോകത്തിലെ അക്രമം രക്തച്ചൊരിച്ചിൽ വിട്ട് മടങ്ങി വരനായി പ്രാർത്ഥിച്ച ശൈശവത്തിൽ, ബാലി, കൗമാരി, യുവനത്തിലും വാർത്തയിൽ അനുവൃത്തശന യാച ഓർഫനേജ് തടവറയിലായിരിക്കുന്നവർക്കായി, അമിച്ചെറുതും വലുതുമായിട്ട് വ്യാപാരി, വ്യവസായി, ഇല്ലെന്ന് വഴിയുടെ കച്ചവടക്കാരെയും, കർത്താവ് ശീലമയിലും കർഷകയിലും കടലോരവാസികളും മത്സ്യനാടുകളുടെ കരികളും കമ്മിലും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, കർഷക മെക്കാനിക്, മോട്ടോർ യൂണിയനകത്ത് പ്രവർത്തിക്കുന്ന സകല വാഹനങ്ങൾ സെയിൽസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി മത നേതാക്കന്മാർ, മത സാമൂഹിക ചരിത്ര മാധ്യമ മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ ഫെഡറലിസ്റ്റ് പാർട്ടികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി സകല ജനങ്ങൾ ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഓടാതെ ചില മദ്യശാലയ്ക്ക് ഓടും, ചില ബീവറേജിലേക്ക് ഓടും, ചില കള്ളുഷാപ്പിലേക്ക് ഓടും, ചില വ്യഭിചാരശാലയ്ക്ക് ഓടുന്നു, സകല അശുദ്ധിയിലെ ചൂടാത്തങ്ങളിൽ കൊടുന്നു. ഭവനം ഒരു ചീട്ടുകളി കേന്ദ്രമാക്കാതെ, ഭവനം ഒരു മദ്യശാലയാക്കി മാറ്റാതെ, ലഹരി ഉൽപ്പന്ന കേന്ദ്രമായി ഭവനം പണിയാതെ, ഭവനം യെരുശലേം വാസിയുടെ ഗൃഹം പോലെ സമാധാനത്തിന്റെ നഗരമായി, സമാധാനത്തിന്റെ ഭവനമായി, ദൈവത്തിന്റെ ഭവനമായി, പരിശുദ്ധന്മാവിന്റെ സാന്നിധ്യമുള്ള ഭവനമായി ഓരോ കുടുംബത്തിന്റെ തീർക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനം സകല അശുദ്ധിയിൽ വിട്ട് മടങ്ങി വരട്ടെ. കൂടുതലും കൊള്ളപ്പലിശ, അക്രമം, എഴുതി കരിച്ചെടുക്കാൻ, പൂഴ്ത്തി വെക്കാൻ സകല അഴിമതിയും ആമേ കർത്താവ് ജനം വിട്ട് മടങ്ങിവരെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ഭൂമി നടക്കുന്ന സകലത്തെ പിടിക്കണേ. കേരളത്തിന് ഭാരത ലോക രാജ്യം സമാധാനം, പല യുദ്ധങ്ങൾ, കേരളത്തിന്റെ അതിർത്തികളായിരിക്കണം, സൈന്യത്തിനായി എല്ലാ ജനത്തെ സൂക്ഷിക്കണമേ. ആമേ കർത്താവ് കേരളത്തെ ആക്രമിക്കുന്ന പാകിസ്ഥാനിൽ സമാധാനം കൊടുക്കാനായി ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയുടെ ശുദ്ധീകരണം നടക്കണം. ദൈവമേക്ക വിദേശ രാജ്യകക്ഷത്തിൽ നിലമ്പരപ്പെടുന്ന ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ക്ലേശം കടന്നു നാട്ടുകടലിൽ മണ്ണായിട്ട് വേദനയിൽ പീഡ അനുഭവിക്കുന്നവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥി, ജോലിയില്ലാത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മടങ്ങി വിട്ടുക്കണമേ. കർത്താവിന് ഓടുവാൻ തീരുമാനം എടുക്കട്ടെ. സകല ശുദ്ധി ജനത്തെ പിടിപ്പിക്കണമേ. സകലമും ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥന വേലയെ കർത്താവിന് ഓടി തിരക്കോട്ടെയാക്കണം. സകലമുഖത്ത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.